ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം, അതിൻ്റെ 6 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. എല്ലാ വാക്യങ്ങളും വായിക്കുന്നില്ല, 16-ാം വാക്യം മാത്രം ഇപ്പോൾ വായിക്കുന്നു. ദിദിമോസ് എന്നു പേരുള്ള തോമസ് സഹശിഷ്യന്മാരോട് അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോകാം എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ധ്യാനവും ദൈവത്തിന് പ്രസാദകരമായിരിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോടെ കേൾക്കണമേ. ആമേൻ. എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. മാർത്തോമാ സഭാദിനമായ ഡിസംബർ മാസം 21-ാം തീയതി ഏവൻഗേലിയനായി നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗമാണ് ഇന്ന് ധ്യാനത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആദ്യ നാളുകളിൽ സമുദായ ദിനം എന്ന പേരിലാണ് ഈ പ്രത്യേക ദിവസം അറിയപ്പെട്ടിരുന്നത്. പിന്നീട് സഭാദിനം എന്ന പേര് സ്വീകരിച്ചു. സഭാദിനം സഭാ മക്കൾക്കെല്ലാവർക്കും സ്വയപരിശോധനയുടെയും പുനഃപ്രതിഷ്ഠയുടെയും ദിവസമായി തീരണം. പ്രത്യേക ആരാധനയിലൂടെയും കൂടിവരവുകളിലൂടെയും സഭാംഗങ്ങളുടെ ആത്മീയ ജീവിതം ആഴമായി തീരുന്നതിനും സഭാസ്നേഹവും സുവിശേഷ ഘോഷണ ഔത്സുക്യവും വർദ്ധിക്കുന്നതിനും ഈ ദിവസത്തിൻ്റെ പ്രത്യേക ആചരണം മുഖാന്തരമായി തീരണം. ക്രിസ്തുമസ് വാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പായി സഭാദിനം ആചരിക്കുമ്പോൾ ഇടവകളിൽ പുതുക്കവും അനുരഞ്ജനവും സാധ്യമാക്കി ലോകരക്ഷകനായി ജാതം ചെയ്ത ക്രിസ്തുയേശുവിനെ വരവേൽപ്പുവാൻ സഭയായി നമ്മെ തന്നെ ഒരുക്കുന്നതിനും ഇമ്മാനുവേൽ ദൈവം നമ്മോടുകൂടെ എന്ന് ലോകത്തോട് സാക്ഷിക്കുന്നതിനും സഭയായി നമുക്ക് ഇടയായി തീരട്ടെ. എല്ലാവർക്കും സഭാദിന ആശംസകൾ. നമ്മുടെ മാതൃദേശമായ ഭാരതത്തിൻ്റെ അപ്പോസ്തലനായ വിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ സുവിശേഷ സാക്ഷ്യവും ത്യാഗോജ്ജലമായ ജീവിതവും അനുസ്മരിക്കുന്ന പ്രത്യേക ദിവസം കൂടിയാണല്ലോ മാർത്തോമാ സഭാദിനം. തൻ്റെ അരുമനാഥനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷ ദൗത്യം ശിരസ വഹിച്ച് കരയും കടലും താണ്ടി ദുർഘടമായ സാഹചര്യങ്ങളെയും തനിക്കെതിരായി ഉണ്ടായ ശത്രുതയെയും വകവയ്ക്കാതെ സുവിശേഷത്തിനു വേണ്ടി കഷ്ടം സഹിച്ച് ഭാരത മണ്ണിൽ രക്തസാക്ഷിയായ സ്വയം എരിഞ്ഞടങ്ങിയ വിശുദ്ധ തോമസ് അപ്പോസ്തലന്റെ നാമധേയത്തിൽ അറിയപ്പെടുന്ന മലങ്കര മാർത്തോമാ സുറിയാനി സഭയ്ക്ക് അഭിമാനിപ്പാൻ ഏറെ വകയുണ്ട്. നാളിതുവരെയുള്ള സഭയുടെ വളർച്ച, കാലാകാലങ്ങളിൽ ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹീത നേതൃത്വം, സഭയുടെ ദൗത്യദർശനം, സുവിശേഷ തീഷ്ണത, നവീകരണ മുന്നേറ്റം എന്നിവയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. അതോടൊപ്പം ഇന്ന് നാം എവിടെ എത്തി നിൽക്കുന്നുവെന്ന് ശോധന ചെയ്യുന്നതിനും നമ്മെ തന്നെ സഭയായി പുനരർപ്പണം ചെയ്യുന്നതിനും ഈ ദിവസം സഹായകരമാകണം. ഏതെങ്കിലും വിധത്തിൽ കരുത്ത് കാട്ടുന്നതിനോ സമുദായ ശക്തി തെളിയിക്കുന്നതിനോ ഉള്ള ദിവസമല്ല മാർത്തോമാ സഭാദിനം. സെന്റ് തോമസ് പൈതൃകത്തിൻ്റെ സവിശേഷത തിരിച്ചറിഞ്ഞ് ക്രൈസ്തവ സാക്ഷ്യത്തിൽ മുന്നേറുവാൻ സഭാദിനം മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിനോടുകൂടെ മരിക്കുവാൻ തയ്യാറാകുന്ന ശിഷ്യത്വം എന്നതാണ് ഈ വർഷത്തെ സഭാദിന ചിന്താവിഷയം. ബഥാനിയയിലെ ലാസറിൻ്റെ മരണം, ദീനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ, യേശു അഭിമുഖീകരിക്കുന്നതായിട്ടുള്ള ശത്രുത്വം, സംഘർഷാവസ്ഥ, അതുമൂലമുള്ള ശിഷ്യരുടെ ആശങ്ക എന്നിവയെല്ലാം ഇന്നത്തെ ധ്യാനഭാഗമായ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യഹൂദയിലേക്ക് പോകുവാൻ ഒരുങ്ങുന്ന യേശു അഭിമുഖീകരിക്കുന്ന വെല്ലുവിളി വളരെ വലുതാണ്. തൻ്റെ ജീവന് പോലും ഭീഷണിയായ സാഹചര്യത്തിലാണ് യേശുവിൻ്റെ സാഹസികമായിട്ടുള്ള ഈ യാത്ര. 16-ാം വാക്യം സഹശിഷ്യന്മാരോട് തോമസ് അപ്പോസ്തലന്റെ പ്രതികരണമാണ്. അവിടെ ഇപ്രകാരം പറയുന്നു: അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോകാം. ഈ വാക്യത്തിലൂടെ വലിയൊരു ആഹ്വാനമാണ് ക്രിസ്തു ശിഷ്യനായ തോമസ് നൽകുന്നത്. ശിഷ്യത്വത്തിൽ അന്തർലീനമായ 3 വാക്കുകൾ ഇവിടെ ശ്രദ്ധേയമാണ്. 1 കൂടെ, 2 മരിക്കേണ്ടതിന്, 3 പോകാം. ബി വിത്ത് ക്രൈസ്റ്റ്, ഡൈ വിത്ത് ക്രൈസ്റ്റ് ആൻഡ് ഗോ വിത്ത് ക്രൈസ്റ്റ്. സഭാഗാത്രം ആയിരിക്കേണ്ട അവസ്ഥയും സഞ്ചരിക്കേണ്ട ദിശയും എത്തപ്പെടേണ്ട ഇടവും അടയാളപ്പെടുത്തുന്ന വാക്കുകളാണിവ. സഭ ആരോടൊപ്പമായിരിക്കണം? ഉത്തരം വളരെ കൃത്യമാണ്: അവനോടുകൂടെ. ഓൾവേസ് ബി വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവിനോടൊപ്പമായിരിക്കാനാണ് സഭയുടെ നിയോഗം. ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ വാഗ്ദാനം ഇമ്മാനുവേൽ
ദൈവം നമ്മോടുകൂടെ എന്നതാണ് ക്രിസ്മസിൽ നാം ഓർക്കുന്നതും അനുഭവിക്കുന്നതും ദൈവത്തിൻ്റെ സാന്നിധ്യമായിരിക്കണം. ആദ്യ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോഴും തിരഞ്ഞെടുപ്പിൻ്റെ ലക്ഷ്യമായി പറയുന്നത് തന്നോടുകൂടെ ഇരുപ്പാനും എന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്നത്. തന്നോടുകൂടെ ഇരുന്ന ശിഷ്യരെയാണ് പ്രസംഗിക്കേണ്ടതിനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിനുമായി ക്രിസ്തു അയക്കുന്നത്. ഉദ്ധിതനായ കർത്താവ് ശിഷ്യരെ നിയോഗം നൽകി അയക്കുമ്പോൾ ഭൂമിയുടെ അറ്റത്തോളം യാത്ര ചെയ്യുവാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ ഉറപ്പായി പ്രഖ്യാപിക്കുന്ന ഒന്നുണ്ട്, എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ. ഏത് നിയോഗവും അർത്ഥവത്താകുന്നത് അയക്കപ്പെട്ടവർ അഖിലാണ്ടത്തിൻ്റെ ഏത് വൻകരയിലായാലും ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുമ്പോഴാണ്. ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 20-ാം വാക്യം. അപ്രകാരമാണ് യേശു തൻ്റെ ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുന്നത്. ക്രിസ്തുവാണ് ദൗത്യത്തിൻ്റെ ഫോക്കൽ പോയിന്റ്. ക്രിസ്തുവിനെ കൂടാതെയുള്ള യാത്രകൾ ചരട് പൊട്ടിയ പട്ടം പോലെയാണ്. ക്രിസ്തു ആരോടൊപ്പമായിരിക്കുന്നുവോ അവരോടൊപ്പമായിരിക്കുവാനാണ് എക്കാലവും സഭയുടെ നിയോഗം. പാവപ്പെട്ടവരോടും പതിതരോടും പാപികളോടും പരദേശികളോടും ചുങ്കക്കാരോടും വേശ്യമാരോടും സമൂഹത്തിൽ പുറന്തള്ളപ്പെട്ടവരോടും ചേർന്ന് നിന്നവനാണ് ക്രിസ്തു. അതേ പാതയിൽ യാത്ര ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. ശാന്തമായി നമുക്ക് ധ്യാനിക്കാം. ഇന്ന് നാം ആരോടൊപ്പം, സഭ ആരോടൊപ്പം? ആരെയും അഗണ്യമായി കരുതരുത്. നിർഭയം വസിപ്പാൻ ഇടമില്ലാത്തവന് അഭയമായും, പരാധീനത കൊണ്ട് ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ പറ്റാത്ത കുരുന്നുകൾക്ക് ലക്ഷ്യ ആയും, സ്നേഹസ്പർശമായും സാന്ത്വനമായും ജ്യോതിസായും കരുതലായും കാവലായും ഈ നാളുകളിൽ സഭ നിലനിൽക്കുന്നു, പ്രവർത്തിക്കുന്നു എന്നതിൽ ദൈവത്തെ സ്തുതിക്കാം. പൂർണ്ണത അവകാശപ്പെടുവാൻ നമുക്ക് സാധിക്കുകയില്ല. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്ന ഇടത്തു നിന്നും നാം വ്യതിചലിച്ചിട്ടുണ്ടെങ്കിൽ അവയെ തിരിച്ചറിഞ്ഞ് യഥാസ്ഥാനപ്പെടുവാൻ മാർത്തോമൻ പൈതൃക സ്മരണകൾ നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 2, തോമസ് അപ്പോസ്തലൻ ആവശ്യപ്പെടുന്നത് അവനോടുകൂടെ മരിക്കാം. ക്രിസ്തുവിന് വേണ്ടി മരിക്കുകയല്ല, ക്രിസ്തുവിനോട് കൂടെ മരിക്കുക എന്നതിനാണ് ആഹ്വാനം. ഇവ രണ്ടും തമ്മിൽ ഗണ്യമായ വ്യത്യാസമുണ്ട്. ക്രിസ്തുവിനോട് കൂടെ മരിക്കുക എന്നതിലൂടെ ക്രിസ്തുവിനോടുള്ള വിധേയത്വവും യേശുവിൻ്റെ സഹനത്തോടുള്ള ഏകീഭാവവും ക്രിസ്തുവിലൂടെ സാധ്യമാകുന്ന പുത്തൻ ജീവിതാനുഭവവുമാണ് അർത്ഥമാക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ക്രിസ്തുവിനോട് കൂടെ മരിക്കുക എന്നത് പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് ഒരു പുതിയ ആളത്വത്തിലേക്കുള്ള, സ്വത്വബോധത്തിലേക്കുള്ള ഒരു വിശ്വാസിയുടെ രൂപാന്തരമാണ്. പൗലോസിന്റെ ഭാഷയിൽ ക്രിസ്തു ഒരുവനിൽ ജീവിക്കുന്ന അനുഭവമാണ്. അതിലൂടെ ലോകത്തിന് ജീവൻ പകരപ്പെടുന്നു. ദൈവസ്നേഹത്തിൻ്റെയും കൃപയുടെയും പുത്തൻ ലക്ഷ്യബോധത്തിൻ്റെയും അനുഭവങ്ങളിലേക്ക് ഒരുവൻ രൂപാന്തരപ്പെട്ട് വളരുന്ന അനുഭവമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ത്യാഗപൂർവം ജീവിക്കുകയും നീതി പിന്തുടരുകയും ലോകത്തിന് പ്രത്യാശ നൽകുകയും ചെയ്യുമ്പോഴാണ് സഭയെക്കുറിച്ചുള്ള സാക്ഷ്യം സംഗതമായി തീരുന്നത്. ഇന്ന് ദൈവത്തിൻ്റെ പേരിലും മതത്തിൻ്റെ പേരിലും ചാവേറുകളെ സൃഷ്ടിക്കുന്ന കാലഘട്ടമാണ്. മത തീവ്രവാദം വർദ്ധിക്കുമ്പോൾ അവരനെ നിഗ്രഹിക്കുന്നു. ചിലപ്പോൾ അത് പുണ്യമായും മോക്ഷപ്രാപ്തിക്കുള്ള മാർഗമായും പ്രചരിപ്പിക്കപ്പെടാം. എന്നാൽ തോമസ് അപ്പോസ്തലന്റെ ആഹ്വാനം മരണത്തിനായി പ്രേരിപ്പിക്കാനല്ല, ജീവനെ പ്രോത്സാഹിപ്പിക്കാനാണ്. തെറ്റായ മതതീഷ്ണത വിശ്വാസത്തെ വിനാശകരമായ പ്രവർത്തനങ്ങളിലേക്ക് വഴിതിരിച്ചു വിടും എന്നതിന് യാതൊരു സംശയവുമില്ല. ഇത് ക്രിസ്തുവിൻ്റെ ദൗത്യത്തിന് വിരുദ്ധമാണ്. ചരിത്രം പരിശോധിച്ചാൽ മതത്തിൻ്റെ പേരിൽ ആസൂത്രിതമായ കൂട്ടക്കൊലപാതകങ്ങളും സ്വത്ത് തട്ടിയെടുക്കലുകളും നാടുകടത്തലുകളും ചുട്ടരിക്കലുകളും ക്രൂരമായ മർദ്ദനങ്ങളും കലാപം അഴിച്ചുവിടലുകളും കൃത്രിമ ക്ഷാമം സൃഷ്ടിക്കലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അമിത ഭക്തിയല്ല ആവശ്യം, ജീവന്റെ സംരക്ഷകരാകുകയാണ് വേണ്ടത്. ശ്രീബുദ്ധന്റെ പൂർവ്വകാല കഥകളിൽ ഇപ്രകാരം ഒരു സംഭവമുണ്ട്. സിദ്ധാർത്ഥനും അദ്ദേഹത്തിൻ്റെ അർദ്ധ സഹോദരനായ ദേവദത്തനും കൂടി കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിൽ ചെടികൾക്ക് വെള്ളമൊഴിക്കുകയായിരുന്നു. ദേവദത്ത കുമാരന്റെ പക്കൽ അമ്പും വില്ലും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു അരയന്നം അവരുടെ കണ്ണിൽപ്പെട്ടു. ദേവദത്തൻ അമ്പെയ്തു, അരയന്നം താഴെ വീണു. സിദ്ധാർത്ഥൻ ഓടിയെത്തി അരയന്നത്തിൻ്റെ മുറിവ് കെട്ടി. അത് കഴിഞ്ഞ് അവർ തമ്മിൽ അവിടെ ഒരു തർക്കം ഉടലെടുത്തു.
ദേവദത്തൻ പറഞ്ഞു, അരയന്നം എൻ്റേതാണ്, ഞാനാണ് അമ്പെയ്ത് അതിനെ വീഴ്ത്തിയത്. സിദ്ധാർത്ഥൻ പറഞ്ഞു, അരയന്നം എൻ്റേതാണ്, ഞാനാണ് അതിൻ്റെ ജീവൻ രക്ഷിച്ചത്. അവസാനം അവർ തമ്മിലുള്ള തർക്കം മൂത്ത് വിഷയം രാജാവിൻ്റെ അടുക്കിലെത്തി. രാജാവ് പണ്ഡിത സദസ്സിനെ വിളിച്ചുകൂട്ടി തർക്കവിഷയം അവതരിപ്പിച്ചു. അതിനുശേഷം ആവശ്യപ്പെട്ടു, കുട്ടികൾക്ക് ഗുണപാഠമായി തീരത്തക്ക വിധം ഒരു പരിഹാരം നിർദ്ദേശിക്കണം. ഒടുവിൽ പണ്ഡിത സദസ്സ് തർക്കത്തിൽ പരിഹാരം നിർദ്ദേശിച്ചു. ഇപ്രകാരമാണ് പറഞ്ഞത്, ജീവൻ ഒടുക്കുന്നവനല്ല, ജീവൻ കൊടുക്കുന്നവനാണ് യഥാർത്ഥ അവകാശി. പ്രിയരെ, മരണത്തിൻ്റെ വക്താക്കളെയല്ല, ജീവന്റെ സംരക്ഷകരെയാണ് ക്രിസ്തു ആവശ്യപ്പെടുന്നത്. സഭയുടെ ദൗത്യവും ഒട്ടും വിഭിന്നമല്ല. 3, പോകാം. യാത്രയ്ക്കായി പുറപ്പെടുവാനുള്ള ആഹ്വാനമാണിത്. ക്രിസ്തീയ ജീവിതം ഒരു യാത്രയാണ്. യേശുവിനോടൊപ്പമുള്ള യാത്ര, ക്രൂശിനെ ലക്ഷ്യമാക്കിയുള്ള യാത്ര. അനിശ്ചിതത്വങ്ങളും അപകടങ്ങളും ഈ യാത്രയിൽ ഉണ്ടാകാം. എന്നാൽ ഒരു വിശ്വാസിയുടെ കരുത്ത് ഈ യാത്രയിൽ നാം ഏകരല്ല എന്നതാണ്. പിന്നെയോ, ക്രിസ്തു നമ്മുടെ സഹയാത്രികനാണ്. സുരക്ഷിത കവചങ്ങളെ ഭേദിച്ച് അനിശ്ചിതത്വങ്ങളെ അഭിമുഖീകരിക്കുവാൻ ഈ യാത്രയിൽ ക്രിസ്തു നമ്മെ സഹായിക്കും. സഭ എപ്പോഴും ചലനാത്മകമായിരിക്കണം. നിർജീവാവസ്ഥയിൽ നിന്നും ഉണരുമ്പോൾ മാത്രമേ ചലനാത്മകത കൈവരിക്കുവാൻ സാധിക്കൂ. മഹാനായ ഗ്രിഗറി പറയുന്നത്, ഒരു ക്രിസ്ത്യാനി ഈ ലോകത്ത് ജീവിക്കേണ്ടത് ഒരു സഞ്ചാരിയെ പോലെയാണ്. പഴയ നിയമ പുസ്തകങ്ങളിൽ രക്ഷാകര ചരിത്രം ആരംഭിക്കുന്നത് അബ്രഹാമിന്റെ വിളിയോടെയാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം. ദൈവം അബ്രഹാമിനോട് ആവശ്യപ്പെടുന്നത്, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്നാണ്. GPS റൂട്ട് മാപ്പോ ഇന്നത്തെ പോലെ കൺമുമ്പിൽ വഴി തെളിക്കാത്ത കാലത്ത് വിളിച്ചവൻ വിശ്വസ്തനെന്ന് ഉറപ്പിച്ച് യാത്ര തിരിച്ചിടത്താണ് ഇസ്രായേലിന്റെ ചരിത്രം, സഭയുടെ ചരിത്രം ആരംഭിക്കുന്നത്. തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എൻ്റെ പിന്നാലെ വരാനാണ് ക്രിസ്തുമൊഴി. ഉദ്ധിതനായ ക്രിസ്തു വലിയ നിയോഗം നൽകുമ്പോൾ ഇപ്രകാരമാണ് പറഞ്ഞ് ആരംഭിക്കുന്നത്, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് എന്ന മുഖവരിയോടെയാണ്. ക്രിസ്തു സഞ്ചരിച്ച വഴികളിലൂടെ സഞ്ചരിക്കാനാണ് സഭയുടെ വിളിയും നിയോഗവും. ആ വഴികളിലൊക്കെ സൗഖ്യവും ശാന്തിയും സമാധാനവും നൽകണം. അപ്പോഴാണ് ശിഷ്യ സമൂഹം ക്രിസ്തു ശരീരമായ സഭയായി പരിണമിക്കുന്നത്. ക്രിസ്തുവിനോടൊത്ത് എന്ന് പറഞ്ഞ് ആരംഭിച്ച പല യാത്രകളും ഇന്ന് പാതി വഴിയിൽ തടസ്സപ്പെടുകയോ വഴിമാറി തുടരുകയോ ചെയ്യുന്നുണ്ട്. യാത്രയുടെ ദിശാബോധം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കാനുള്ള ആഹ്വാനമാണ് സഭാദിനം നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. സകല ജനതയോടും സുവിശേഷം പ്രസംഗിക്കുകയും ഭൂമിയിൽ സ്വർഗരാജ്യത്തിൻ്റെ സ്ഥാപനവും അതുവഴി മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ ഐക്യവും, അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ ആഗമനത്തിനായി മനുഷ്യകുലത്തെ ഒരുക്കുകയും ചെയ്യുക എന്നതാണ് സഭയുടെ ആത്യന്തിക ലക്ഷ്യം. മനുഷ്യരെല്ലാവരും ഈ ഭൂമിയിൽ തീർത്ഥാടകരും താൽക്കാലിക വാസികളുമാണ്. യേശു ക്രിസ്തു എന്ന ഏക ഇടയനോടൊപ്പം സ്വർഗീയ യെരുശലേമിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തീർത്ഥാടനം നടത്തുന്ന സഭയുടെ ഉത്തരവാദിത്വം സകല മനുഷ്യകുലത്തെയും വഴിയും സത്യവും ജീവനുമായ യേശു ക്രിസ്തുവിൻ്റെ പാതയിലേക്ക് ആനയിക്കുക എന്നതാണ്. ഈ തീർത്ഥയാത്രയിൽ ക്രിസ്തുവിൻ്റെ പാതയിൽ സഭയുടെ സാക്ഷ്യത്തിന് തടസ്സമായി നിൽക്കുന്ന ഈ ലോകത്തിൻ്റെ മോഹങ്ങളും അധികാരം, പണം, പ്രശസ്തി, ആരാണ് മുൻപൻ തുടങ്ങിയ വാദഗതികൾ ഇവയെല്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കാനും ക്രൂശിനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുവാനും സാധിക്കുമ്പോഴാണ് ക്രിസ്തുവിനോട് കൂടെ മരിപ്പാൻ നാമും പോക എന്ന മാർത്തോമ്യൻ പ്രഖ്യാപനം അന്വർത്ഥമായി തീരുന്നത്. ഈ സഭാദിനത്തിൽ ദൈവകൃപ അതിനായി നമ്മെ ശക്തീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.